ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് പാർട്ട് 7. പേസ്റ്റും ബ്രഷും മുതൽ 4-5 ദിവസത്തേക്ക് ഉപയോഗത്തിന് വേണ്ടുന്ന അത്യാവശ്യ പാത്രങ്ങളും ഡ്രസ്സുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ നന്ദ എടുത്തു. ഫ്ലാസ്കിൽ ചായയും കാസ്ട്രോളിൽ ആഹാരവും. നന്ദ ഇറങ്ങുമ്പോൾ കുട്ടികൾ 2 രേവതി ടീച്ചറോടൊപ്പം ഇരുന്ന് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഏതു വിധത്തിലും അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കൊരു നല്ല വശമാണ്. നന്ദ ഷോപ്പർ സ്കൂട്ടറിന്റെ ഹുക്ക് കൊളുത്തിയിട്ടു. എന്നിട്ട് വണ്ടി വിട്ടു. ഹോസ്പിറ്റലിലെത്തി. ഹരിയുടെ റൂമിനരികിൽ എത്തുമ്പോൾ കേട്ടു, ഡോക്ടർ. അതൊന്നും നന്ദയോട് പറയേണ്ടിയിരുന്നില്ല, അവൾക്കത് വിഷമമാകും. ഹരിയുടെ ശബ്ദം. തന്റെ അസുഖത്തിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം താൻ പുറത്തു വിട്ടത് തന്നെ ഞാൻ ഇടിച്ചു പിഴിഞ്ഞതുകൊണ്ടല്ലേ. രോഗത്തിന്റെ കാരണം അറിയാതെയുള്ള ട്രീറ്റ്മെന്റിൽ വിശ്വസിക്കുന്നവനല്ല ഞാൻ. കാരണം അറിഞ്ഞു കഴിഞ്ഞാലോ അതനുസരിച്ചുള്ള ചികിത്സയും ഒരു ഡോക്ടർ എന്ന നിലയിൽ നിർദ്ദേശിക്കാതെ വയ്യ എനിക്ക്. ഞാനിത് നന്ദയോട് മറച്ചു വെച്ചാൽ സത്യത്തിൽ പിന്നെ ഉണ്ടാവുക ഹരിക്ക് ശരിയായ ഒരു തലവേദന തന്നെയായി ഇത് രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ മുള്ളുകൊണ്ടൊന്ന് കുത്തിയാൽ പോകുന്ന ഈ അസുഖം പിന്നെ കുന്തം കൊണ്ട് കുത്തിയാലും പ്രയോജനമില്ലാതെ വരികയും ചെയ്യും. ഹരിയുടെ ഭാഗത്ത് നിശബ്ദത. നന്ദ കടന്നു ചെന്നു. ആ, നന്ദ വന്നല്ലോ. ഇയാൾ വരില്ലെന്നാണ് ഹരി പറഞ്ഞത്. ഡോക്ടർ പുഞ്ചിരിച്ചു. രാത്രിയിലേക്കുള്ള ഭക്ഷണം എടുക്കാനാണ് ഞാൻ പോയത്, നന്ദ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കൂ, ഞാൻ ഇറങ്ങുകയാണ്. ഡോക്ടർ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ആഹാരം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് വരുത്തി കഴിക്കുമായിരുന്നല്ലോ, ഹരി ശാസിച്ചു. നന്ദ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എന്തിനു വന്നു? വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ, ഞാനോ നന്ദയോ മരിച്ചാൽ സന്തോഷിക്കുന്നവരിവിടെ ഉണ്ട്, ഹരി പറഞ്ഞു. നന്ദ ഹരിയെ നോക്കി. വെറുതെ ആരുടെയും മുൻപിൽ ചെന്ന് ചാടണ്ട. ഉണ്ണികൃഷ്ണന്റെ കാര്യമാണ് ഹരി സൂചിപ്പിച്ചതെന്ന് നന്ദയ്ക്ക് മനസ്സിലായി. ഞാൻ ആഹാരം എടുക്കട്ടെ, നന്ദ ചോദിച്ചു. 8 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷേ ഹരി ഉച്ചയ്ക്ക് പോലും കഴിച്ചതല്ലോ, വിശക്കുന്നില്ലേ? ശരി, എങ്കിൽ കൈ കഴുകിക്കോളൂ. ഹരി കൈ കഴുകി ടേബിളിനരികിലിരുന്നു. നന്ദ കാസറോളിൽ നിന്ന് പ്ലേറ്റിലേക്ക് ആഹാരം വിളമ്പി. നന്ദ കഴിച്ചോ? ഇല്ല. എങ്കിൽ വിളമ്പിക്കൊള്ളൂ, നമുക്ക് ഒരുമിച്ചിരിക്കാലോ. നന്ദ ആഹാരം വിളമ്പി അയാൾക്കൊപ്പം ഇരുന്നു. ഡോക്ടർ നന്ദയോട് എന്തൊക്കെയോ പറഞ്ഞു അല്ലേ, ഹരി ചോദിച്ചു. കഴിക്കുന്നതിനിടയിൽ അവൾ നോക്കി. നന്ദ അത് കാര്യാക്കണ്ട. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടറോടും വക്കീലിനോടും സത്യം പറയണമെന്നല്ലേ. കുട്ടികളുടെ അകൽച്ച ഹരിയെ എത്രയേറെ വിഷമിപ്പിക്കുമെന്ന് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ, നന്ദ ചോദിച്ചു. അത് ഹരിയുടെ മിഴികളിൽ അപ്പോഴും ഈറന്റെ തിളക്കമുണ്ടായി. നന്ദയുടെ സന്തോഷം എന്റെ മക്കളുടെ സന്തോഷം, അതിലപ്പുറം ഒരു സന്തോഷം എനിക്കെന്ത്? മുഖം ആകെ ഒന്ന് തുടച്ചു. തന്റെ മിഴികൾ നിറഞ്ഞത് നന്ദ അറിയാതിരിക്കാൻ പരിശ്രമിച്ചു ഹരി. പക്ഷേ എന്നാലും ഒരുപാട് സ്വാർത്ഥ മോഹങ്ങൾ ഉണ്ടായിപ്പോയി നന്ദേ. വെറും ചപലതകൾ. അവർക്കുള്ളതൊക്കെ എനിക്കും കിട്ടണം എന്നുള്ള മോഹങ്ങളില്ലേ, നമ്മളതിനെ അത്യാഗ്രഹം എന്ന് പറയും. അങ്ങനെയുള്ള ചില അത്യാഗ്രഹങ്ങൾ, സ്വാർത്ഥതകൾ. ഞാനൊരു ദേവനൊന്നും അല്ലല്ലോ, വെറും പച്ചയായ മനുഷ്യനല്ലേ. അതിന്റെ തകരാറ. നന്ദയിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചിരുന്നു അയാളുടെ മുഖഭാവം അവൾ കാണാതിരിക്കാൻ വേണ്ടി തന്നെ. ഹരി, നന്ദ വിളിച്ചു. ഇങ്ങോട്ട് നോക്കൂ. ഹരി മുഖം തിരിച്ചു. നന്ദ കണ്ടു ആ തുളുമ്പുന്ന നയനങ്ങൾ. വീണ്ടും ആ കണ്ണീർ നന്ദയുടെ ഹൃദയത്തിൽ പുരണ്ടു. ഹരി എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ? ഹരി പുഞ്ചിരിച്ചു. എന്തിനാണത്? നന്ദ എന്റെ മക്കളുടെ അമ്മയല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പെറ്റമ്മയുടെ അറ്റാച്ച്മെന്റ്. ഞാനത് നന്ദയിൽ പലപ്പോഴും കണ്ടു. അകൽ കടലിൽ പോയപ്പോൾ നീന്തൽ അറിയില്ലെങ്കിലും നന്ദ സ്വന്തം ജീവനെ പോലും മറന്ന് അവനെ രക്ഷിക്കാനായി ഓടിയില്ലേ. ഒരു പെറ്റമ്മയുടെ പൊക്കിളുക്കൊടി ബന്ധത്തിൽ നിന്നല്ലേ ആ പ്രവണതയുണ്ടാകൂ. നന്ദയുടെ വീട്ടിൽ വെച്ച് അക്കു വീണപ്പോൾ അത് കണ്ടു ഞാൻ നന്ദയിൽ. അതേ സ്നേഹത്തിന്റെ തീവ്രത. അക്കുവിനെ സ്റ്റേജിൽ കയറ്റാൻ നന്ദ പെട്ട പാട്. അവൾ സ്റ്റേജിൽ നിന്നപ്പോൾ നന്ദയുടെ മുഖത്തുദിച്ച വികാരം. അവർക്കിരുവർക്കും നേരിയ ഒരു അസുഖത്തിന്റെ ഛായ വരുമ്പോൾ നന്ദയിലുണ്ടാകുന്ന ഉത്കണ്ഠ. ഇത്രയധികം അവരെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്ക് വേണ്ടി സ്ട്രെയിൻ ചെയ്തിട്ടായാലും അല്പം ത്യാഗം ഞാൻ സഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഹരി ഈറൻ തിളക്കത്തോടെ പുഞ്ചിരിച്ചു. ഒരുപക്ഷേ ഞാൻ ഇല്ലാതായാലും നന്ദ എന്റെ കുഞ്ഞുങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയില്ലേ? അതുപോലെ എനിക്ക്. മിഴികൾ തൂകിപ്പോയി അയാൾക്ക്. ഹരി. ആ കണ്ണീർ നന്ദയുടെ ഹൃദയത്തെ മുക്കിക്കളഞ്ഞു. അവളുടെ കരം അയാളെ വലയം ചെയ്തു. അയാളുടെ നെഞ്ചിലേക്ക് അവളുടെ മുഖവും താഴ്ന്നു. മെല്ലെ അവളുടെ മിഴിനീർ
അയാളുടെ നെഞ്ചിനെയും ഹൃദയത്തെയും മുക്കി നനയ്ക്കുകയായിരുന്നു. സ്തബ്ധനായിരിക്കുകയായിരുന്നു ഹരി. അവളിലെ ആ മാറ്റം അയാൾക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അതും ഇത്ര പെട്ടെന്ന്. അയാൾ നന്ദയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കാട്ടരുവിയാവുകയായിരുന്നു. ഹരി ആ കണ്ണീർ തന്റെ കൈവിരൽ കൊണ്ട് തുടച്ചെടുത്തു. നന്ദ, അയാൾ വിളിച്ചു. അവൾ മുഖമുയർത്തി. എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം? ഡോക്ടർ പറഞ്ഞു തന്നതാണോ ചികിത്സയുടെ ഭാഗമായിട്ട്? നന്ദ വിളറിപ്പോയി. ഞെട്ടിയാകുന്നു അവൾ. ഡോക്ടർ ശങ്കർ കൃഷ്ണൻ പറഞ്ഞപ്പോൾ നന്ദ ഉണ്ണികൃഷ്ണന് വേണ്ടി ചെയ്ത അതേ ചികിത്സ ഇപ്പോൾ ഡോക്ടർ ജെയിംസിന്റെ ആവശ്യപ്രകാരം ഈ ഹരിക്ക് വേണ്ടിയും? ഹരി നിർത്തി. നന്ദ എഴുന്നേറ്റു. കൈ കഴുകി പാത്രങ്ങൾ അടുക്കി വെച്ചു. അവൾ പുറത്തേക്കിറങ്ങി. ഹരി എഴുന്നേറ്റ് കൈ കഴുകി. അയാൾ കയറി കിടന്നു. വളരെ സമയമായിട്ടും നന്ദയെ കണ്ടില്ല. അയാൾ എഴുന്നേറ്റ് ചെന്നു. വരാന്തയിൽ ഗ്രില്ലിൽ തല ചേർത്ത് നിന്ന് കരയുകയായിരുന്നു നന്ദ. നന്ദ, ഹരി വിളിച്ചു. അവൾ അയാളെ നോക്കി. എന്തിനാണ് നന്ദ കരയുന്നത്? അല്പം കരഞ്ഞോട്ടെ ഞാൻ, എനിക്ക് വേണ്ടി. ഹരി കിടന്നോളൂ, അവൾ പറഞ്ഞു. ഹരി തിരികെ റൂമിൽ കയറി. നന്ദ അവിടെ തന്നെ നിന്നു. ഹരിയെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു കേട്ട അറിവ്, താൻ മൂലം ഹരി അനുഭവിക്കുന്ന ടെൻഷനുകളും വേദനയും, അയാളുടെ ഉള്ളിൽ തനിക്കുള്ള സ്ഥാനം, അയാളുടെ മിഴികളിൽ ഊറിക്കൂടിയ കണ്ണീർ, നന്ദ അറിയാതെ അയാളെ പരിരംഭണം ചെയ്തു പോവുകയായിരുന്നു. അയാളിലെ സ്നേഹ ചായ്വിലേക്കാണ് അവൾ മുഖമണച്ചതും, അവൾ പോലും അറിയാതെ. എന്നിട്ടും ഹരി പറഞ്ഞതെന്ത്? അഭിനയമാണെന്ന്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന്. 2 ദിവസം ഉണ്ണിയേട്ടനെ താൻ ശുശ്രൂഷിച്ചു ഡോക്ടർ പറഞ്ഞിട്ട്. പക്ഷേ ശുശ്രൂഷ അഭിനയമായിരുന്നോ? അല്ല, മറ്റൊരാളുടെ ഭാര്യയായിരുന്നു താൻ അപ്പോഴും. പക്ഷേ ഉണ്ണിയേട്ടന്റെ നെഞ്ചിൽ മുഖമണച്ചത് അഭിനയമായിരുന്നില്ല. അത് തെറ്റായിപ്പോയി എന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കാം. തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ. പക്ഷേ അഭിനയമാണെന്ന് പറയരുത്. ഇപ്പോൾ ഹരിയുടെ നെഞ്ചിൽ തലചായ്ച്ചതും അഭിനയമായിരുന്നില്ല. താൻ എന്താണ് ഇങ്ങനെ? നന്ദ വിശകലനം ചെയ്തു. ഭർത്താവുമായി വേർപിരിയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ആവശ്യമെന്ന് കണ്ടാൽ അവർ പുനർവിവാഹവും ചെയ്യുന്നു. പുതിയ ഭർത്താവിനോടൊപ്പം സുഖമായി കഴിയുന്നു. തനിക്ക് മാത്രമെന്താ ഇതൊന്നും കഴിയാത്തത്? തന്റെ ജന്മം എന്താ ഇങ്ങനെയായി പോയത്? അമ്മ പറഞ്ഞത് ശരിയാണ്. പച്ച മലയാളത്തിൽ എന്താണ് ഈ സ്വഭാവത്തിന്റെ പേര്? നന്ദ അകത്തേക്ക് കയറി ചെന്നു. മരുന്ന് കഴിച്ചതുകൊണ്ടാകാം ഹരി ഉറങ്ങിപ്പോയിരുന്നു. അയാളെ നോക്കി അയാൾക്കരികിൽ നന്ദ ഒരുപാട് സമയം ഇരുന്നു. അയാളെ കണ്ടതു മുതൽ ഇന്നോളമുള്ള ഓരോ രംഗങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അയാളുടെ ഭാഗത്തെവിടെ എങ്കിലും തെറ്റുണ്ടോ? അയാൾ ആവശ്യക്കാരനായിരുന്നു, പക്ഷേ നിർബന്ധക്കാരനായിരുന്നില്ല. എന്നിട്ടും താൻ വന്നു. അയാളുടെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനും ഇത്ര സംയമനത്തോടെ, ഇത്ര മര്യാദയോടെ തന്നോട് പെരുമാറുകയില്ല. ഇന്നോളം പരിഭവിച്ചിട്ടുള്ളതല്ലാതെ അയാൾ പരാതിപ്പെട്ടിട്ടില്ല. ഉണ്ണിയേട്ടനെ അപേക്ഷിച്ച് ഹരിയിൽ എന്താണൊരു കുറവ്? ഒന്നുമില്ല. ഔന്നത്യത്തിൽ നിൽക്കുന്നു എന്തുകൊണ്ടും. ഇനിയും താൻ അയാളെ കണ്ടില്ലെന്ന് നടിച്ചാൽ ദൈവം പോലും തനിക്കെതിരെ തിരിയും. തീർച്ച. ഹരിയെ നന്നായെന്ന് പുതപ്പിച്ചിട്ട് ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു ബെഡിൽ നന്ദ കിടന്നു. ഉറങ്ങാനാവാതെ തന്നെ പുലർച്ചെ അവൾ വീട്ടിലേക്ക് പോയി. കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഹരിക്കുള്ള ആഹാരവുമായി തിരികെ എത്തി. ഹരിക്ക് വേണ്ടി വർക്ക് സൈറ്റിൽ പോവുകയും ഹരി പറഞ്ഞ നിർദ്ദേശങ്ങൾ ടോണിയോട് പറയുകയും ചെയ്തു. തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നെ, അധികാരത്തോടെ തന്നെ. ഇനി ഇങ്ങനെ പറ്റില്ല, മുൻപോട്ട് നീങ്ങിയേ മതിയാകൂ. ഒരുപാട് ചിന്തിച്ചിട്ടാണ് താൻ ഉണ്ണിയേട്ടന്റെ അടുത്ത് നിന്ന് പോന്നത്. എന്നിട്ടും ആ തീരുമാനത്തിന്റെ എന്തൊക്കെയോ വശങ്ങളിൽ പാളിച്ചകളുണ്ട്. നന്ദയ്ക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ടാണിന്നും ഉണ്ണിയേട്ടൻ വിഷമിക്കുന്നത്. ഇന്നോളം വിവാഹം ചെയ്യാതിരിക്കുന്നതും, താൻ മറ്റൊരാൾക്ക് സ്വന്തമായി എന്നറിഞ്ഞപ്പോൾ മരണാസന്നായി കിടന്നതും, ഒടുവിൽ മൂർച്ചയുള്ളൊരു കത്തിയുമായി തന്നെ കൊല്ലാൻ വന്നതുമൊക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അച്ഛന്റെ മൃതശരീരത്തിന് മുൻപിൽ ഈറനോടെ ഇരുന്ന് കർമ്മം ചെയ്യുന്ന ആ രൂപം നന്ദയുടെ മുൻപിൽ അതേപടി നിന്നു. ശിവൻകുട്ടി അമ്മാവൻ തന്നെ ആട്ടിയിറക്കാൻ നോക്കി. കൂടുതൽ രൗദ്രതയോടെ തന്നെ തൊഴിച്ചിറക്കേണ്ടത് ഉണ്ണിയേട്ടനായിരുന്നു. കാരണം അച്ഛന്റെ മരണശയ്യക്കരികിൽ നിന്നാണ് പോലീസ് കൊണ്ടുപോയത്. ആ ഒറ്റ കാരണം മതി തന്നെ വെറുക്കാൻ. എന്നിട്ടും വെറുത്തില്ല, ആട്ടിയിറക്കിയില്ല, സ്ഥാനം തന്നു. അച്ഛന്റെ മകൾ എന്ന സ്ഥാനമോ അതോ ഉണ്ണിയേട്ടന്റെ ഭാര്യ എന്ന സ്ഥാനമോ? ഒന്നു മാത്രം അറിയാം, സ്നേഹമുണ്ട് തന്നോട്, അത്രമാത്രം. പക്ഷേ തിരിച്ചിനി സ്നേഹിക്കാനാവുമോ? നീതി പുലർത്താനാവുമോ? ഇല്ല. ഡോക്ടർ ജെയിംസും അമ്മയും പറഞ്ഞതാണ് ശരി. തനിക്കിനി ഈ കുട്ടികളെയും ഹരിയും വിട്ടുപോകാനാവില്ല. അപ്പോൾ പിന്നെ ഇനി ഈ താലി കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്നത് എന്തിന്?
അലങ്കാരത്തിനോ എന്തിനു വേണ്ടിയായാലും തെറ്റാണിത്. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. പുറത്തറിഞ്ഞാൽ ആരും പഴിച്ചു പോകുന്ന തെറ്റ്. നന്ദ താലിയെടുത്ത് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടുത്ത ദിവസം പുലർച്ചെ നന്ദ വീട്ടിൽ ചെന്നപ്പോൾ രേവതി ടീച്ചറും ചേച്ചമ്മയും അവിടെയുണ്ട്. കുട്ടികളെ ഒരുക്കി നന്ദ അവരെ സ്കൂളിൽ വിട്ടു. അതുവഴി തന്റെ സ്കൂളിലെത്തി. ഹരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വിവരം പറഞ്ഞ് ലീവ് എടുക്കാനാണ് അവൾ വന്നത്. മഹിളാമണി ടീച്ചറിന് പക്ഷേ മുഖം കറുത്തു. കുറച്ചു നാളായിട്ട് നന്ദ എന്ന് ലീവിലാണ്. എക്സാം ആകുമ്പോഴേക്കും പോർഷൻ കവർ ചെയ്യാൻ പറ്റുമോ നന്ദയ്ക്ക്? പോർഷൻ ഞാൻ കവർ ചെയ്തോളാം ടീച്ചർ. ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോർഷൻ കവർ ചെയ്യുന്ന കാര്യം എന്തായാലും തലയിൽ നിൽക്കില്ല. അതിന് ടീച്ചറിന് അറിയാലോ. നന്ദ ലീവ് ലെറ്റർ എഴുതി വെച്ച് തിരിച്ചിറങ്ങി. ലീവിന്റെ കാര്യം പറയുമ്പോഴേ മഹിളാമണി ടീച്ചറിന് ഇപ്പൊ വലിവ. രാധിക പറഞ്ഞു. നീ അത് കാര്യാക്കണ്ട, പോകാൻ നോക്ക്. നന്ദ പുഞ്ചിരിയോടെ ഇറങ്ങി തന്റെ വണ്ടി സ്റ്റാർട്ടാക്കി. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹരി വിസ്മയത്തോടെ അവളെ നോക്കി. നന്ദ സ്കൂളിൽ പോയില്ലേ? പോയി, ലീവ് എടുത്തു പോന്നു. ലീവ് എടുക്കാൻ മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഞാൻ അവശതയിലൊന്നും അല്ലല്ലോ, വെറുതെ കിടന്നുറങ്ങണം. അതിന് ലീവ് എടുത്ത് കൂട്ടിരിക്കണോ ഒരാൾ? ഹരി ചോദിച്ചു. ഒരാൾ കൂട്ടിരുന്നാൽ ഹരിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നുണ്ടോ? നന്ദ ചോദിച്ചു. അതല്ല, വെറുതെ ലീവ് കളയണ്ടാന്ന് കരുതിയിട്ടാണ്. വെറുതെ ഞാൻ ലീവ് എടുക്കാറില്ല, നന്ദ പറഞ്ഞു. ഇതിപ്പോൾ ആവശ്യം ഉണ്ടായിട്ടാണ്. അല്ല, അല്പം അത്യാവശ്യത്തിനാണെന്ന് തന്നെ കരുതിക്കോളൂ. ഹരി പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. വീട്ടിൽ നിന്നവൾ ആഹാരം എടുത്തിരുന്നു. അതവൾ ഹരിക്ക് വിളമ്പി നൽകി. അയാൾ കുറച്ചേ കഴിച്ചുള്ളൂ. പാത്രങ്ങളേറെ കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ട് ഹരി കഴിച്ചു തീർന്നപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ചോറും കറികളും വിളമ്പി അവൾ കഴിച്ചു. ഹരി അത് ശ്രദ്ധിച്ചു. ആദ്യമായിട്ടായിരുന്നു നന്ദ അങ്ങനെ ചെയ്യുന്നത്. ഒരു പലഹാരത്തിന്റെ പൊട്ടുപോലും ഹരി കഴിച്ചതിന്റെ ബാക്കി ഇന്നോളം നന്ദ വായിൽ വെച്ചിട്ടില്ല. അത് അയാൾക്ക് നന്നായി അറിയാം. ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് ഹരി മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സിഗരറ്റ് കത്തിപ്പുകയുന്നത് പോലെ തന്നെ അയാളുടെ മനസ്സും ചിന്തകളും കത്തിപ്പുകയുന്നുണ്ടായിരുന്നു. എന്തേ, ഹരി കിടക്കുന്നില്ലേ? നന്ദ ചോദിച്ചു. അല്പം കഴിയട്ടെ. അയാൾ സിഗരറ്റ് ആഞ്ഞു പുകയെടുത്തു. അയാളുടെ മുഖത്തും തലയ്ക്കും മുകളിലും പുകവലയങ്ങളായി. എന്തിനാണിങ്ങനെ ഇത്രയേറെ സിഗരറ്റ് പുകയ്ക്കുന്നത്? അതും അസുഖമുള്ളപ്പോൾ? നന്ദ ചോദിച്ചു. വെറുതെ. കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കില്ല ഇതിങ്ങനെ വലിച്ചാൽ. വലിച്ചില്ലെങ്കിൽ ശരീരത്തിൽ പിടിക്കുമെന്ന് ആര് പറഞ്ഞു? ഹരി ചോദ്യം തിരിച്ചു. നന്ദ നിശബ്ദ അയാളെ നോക്കി. എന്നിട്ട് ആഹാരം കഴിഞ്ഞ് കഴിക്കാനുള്ള മരുന്നുകൾ എടുത്തു. ഗ്ലാസ്സിൽ ലേശം ചുക്കുവെള്ളവും. നന്ദ പൊയ്ക്കോളൂ, ഞാൻ കഴിച്ചോളാം, ഹരി പറഞ്ഞു. നന്ദയുടെ മുഖം വാടി. അത് കണ്ടപ്പോൾ ഹരി മരുന്ന് വാങ്ങി കഴിച്ചു. അല്പസമയം കൂടി നടന്നപ്പോൾ തലയ്ക്ക് വല്ലാത്ത ഭാരം. അയാൾ കിടന്നു. നന്ദ അയാളോട് ചേർന്ന് ബെഡിലിരുന്നു. മയക്കം ബാധിച്ചു തുടങ്ങുന്ന അയാളുടെ കണ്ണുകളിൽ ക്ഷീണം കണ്ടു. അയാളുടെ കരം പിടിച്ചെടുത്തവൾ ഒന്ന് തലോടി. പുറത്ത് നല്ല വെയിലാണ്. ഫാൻ ഉണ്ടെങ്കിലും റൂമിനുള്ളിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. നന്ദ അയാളുടെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചിട്ടു. പിന്നെ ആ നെഞ്ചിൽ മെല്ലെ ഒന്ന് കൈ ഓടിച്ചു. ഡോക്ടർ ജെയിംസ് നന്ദയ്ക്ക് നല്ല സ്റ്റഡി ക്ലാസ് തന്നിട്ടുണ്ടല്ലേ? നേരിയ ചിരിയോടെ ഹരി പറഞ്ഞു. നന്ദ വിളറിപ്പോയി. അയാളുടെ നെഞ്ചിൽ പതിഞ്ഞിരുന്ന കൈത്തലത്തിന് തണുപ്പായി. നന്ദ മുഖം തിരിച്ചിരുന്നു. കൈ പിൻവലിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഡോക്ടർ പറഞ്ഞു തന്നിട്ട് ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് താൻ ലീവ് എടുത്തിരിക്കുന്നതെന്നും അരികിലിരിക്കുന്നതെന്നും ഒക്കെ കരുതുന്നു. ഇനി എങ്ങനെയാണ് തന്റെ ആത്മാർത്ഥത മനസ്സിലാക്കി കൊടുക്കുക? നന്ദ പിന്നീട് മുഖം തിരിച്ചു നോക്കുമ്പോൾ ഹരി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വൈകുന്നേരമാണ് അയാൾ ഉണർന്നത്. നന്ദ അയാൾക്ക് ചായ പകർന്നു നൽകി. ഹരി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയശ്രീയുടെ വരവ്. നീ ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും എന്നെ ഒന്ന് അറിയിക്കാതായി അല്ലേടാ? നിനക്ക് ഞാൻ അത്രയ്ക്ക് അന്യായി പോയോടാ? ജയശ്രീ വന്നപാടെ ഹരിയുടെ അടുത്തേക്കിരുന്നു. വിമ്മിപ്പൊട്ടി. ഹരിയെ തലോടുകയും കരയുകയും ചെയ്തു. എന്തു പറ്റിയടാ നിനക്ക്? എന്താടാ നിന്റെ ഒരു കോലം? എന്തുമാത്രം നീ ക്ഷീണിച്ചടാ? ജയശ്രീ അത്യുത്കണ്ഠയോടെ ചോദിച്ചു. മുമ്പ് നിനക്ക് എങ്ങനെ ഒരു തലവേദന ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പോഴിതെന്തു പറ്റി? ജയശ്രീ നന്ദയെ നോക്കി. ഇവന്റെ ഒരേ ഒരു പെങ്ങളാ ഞാൻ. എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ഞാൻ ഇവനെ. ഇപ്പോഴല്ലേ നീ വന്നത്? ചാകാൻ കിടന്നാലും ഒന്ന് അറിയിക്കാൻ പറ്റില്ല നിനക്കല്ലേ? എനിക്ക് അത്രയും കുഴപ്പമൊന്നും ഇല്ല ചേച്ചി, ഹരി പറഞ്ഞു. അറിയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഓ, നീ അല്ലേലും ഇവളുടെ സൈഡല്ലേ പറയൂ. ജയശ്രീയുടെ മുഖം കടുത്തു. ചേച്ചി എങ്ങനെ അറിഞ്ഞു? ആ ടോണിയല്ലേ വിവരങ്ങൾ പറഞ്ഞത്, ജയശ്രീ പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചു. അപ്പോഴാ നിന്റെ സെൽ ഓഫ്. അപ്പോഴാ ടോണിയെ വിളിച്ചത്. എന്തിനാണ് ചേച്ചി വിളിച്ചത്? അതല്ലേ വിശേഷം. രഘുവേട്ടൻ വരുന്നൂന്ന്.
രഘുവേട്ടനോ? എന്ന്? ഹരിയുടെ മുഖത്ത് ഉത്സാഹമായി. ചേട്ടൻ ബോംബെയിലാണ്. 3-4 കൊല്ലം കൂടുമ്പോഴേ ആളൊന്ന് വരും. കൂടുതലും വരിക ആരുടെയെങ്കിലും മരണം അറിയിക്കുമ്പോഴാവും. അവിടെയാണ് കുടുംബസമേതം. ചേട്ടത്തിയും 2 പെൺമക്കളുമാണ് ലോകം. മറ്റുള്ളവരൊക്കെ ആ ലോകത്തിന് പുറത്ത്. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഓരോ തവണയും വന്നു. ഒടുവിൽ വന്നത് ശ്രീകലയുടെ മരണം കൂടാനാണ്. അതുകൊണ്ട് തന്നെ തെല്ല് ഹാസ്യമായി ഹരി പറഞ്ഞു, ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ആരും ഇവിടെ മരിച്ചിട്ടില്ലല്ലോ. ചേട്ടൻ വരുമ്പോൾ ഒരു ശവദാഹം ഉറപ്പാ. നാവിൽ ഗുളികൻ നിൽക്കുന്ന വർത്തമാനം പറയലേടാ. ജയശ്രീ ശാസിച്ചു. നിന്റെ മുൻപിലിരിക്കുന്ന ഞാനാ ചാകുന്നതെങ്കിലോ? വെറുതെ മനുഷ്യരെ പറഞ്ഞ് ആശിപ്പിക്കല്ലേ എന്നൊരു സിനിമ തമാശ പറഞ്ഞാലോന്ന് ഹരിക്ക് തോന്നിയതാണ്. നാവിൻ തുമ്പിൽ എത്തുകയും ചെയ്തു. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പുകല് ഊഹിക്കാൻ പോലും വയ്യ. അതോർത്ത് ഹരി ഊറിച്ചിരിച്ചു. എന്താടാ ചിരിക്കുന്നത്? ചേട്ടൻ വരുന്നതിന്റെ സന്തോഷവാ? ജയശ്രീ ചോദിച്ചു. അതെ, ഹരി പറഞ്ഞു. ഗീതേട്ടത്തിയുടെ ഇളയ അനുജന്റെ വിവാഹമാണ് അടുത്ത ആഴ്ച. അത് കൂടാനാണ് വരുന്നത്. അപ്പോൾ അതാണ് കാര്യം. ഞാൻ ഓർത്തു ഇങ്ങനെ തോന്നാൻ എന്തു പറ്റിയെന്നു. ചേട്ടൻ അവിടെ തിരക്കാണടാ. ഒന്ന് ഫോൺ ചെയ്യാനെങ്കിലും പറ്റാത്ത വിധം തിരക്കാ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ വിവരങ്ങൾ അറിയാം, അത്ര തന്നെ. ആകട്ടെ, എന്നാണ് വരിക? ഈ ആഴ്ച അവസാനമാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഓർത്തതുപോലെ ജയശ്രീ അങ്ങും ഇങ്ങും തെരഞ്ഞു. നിന്റെ സെല്ലെവിടെ? ഇവിടെയുണ്ട്. ഇങ്ങതാ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്നിട്ടിപ്പ പറയാം. അവിടെ സാരിക്കൊക്കെ വിലക്കുറവായിരിക്കും. 3-4 സാരി കൂടി വാങ്ങിക്കൊണ്ട് വരാൻ പറയണം. ജയശ്രീ ഹരിയുടെ സെൽഫോൺ കണ്ടെടുത്തു. ഓണാക്കി നമ്പർ ഞെക്കി. ഹാ, ചേട്ടനാണോ? ഞാനാ ചേട്ടാ, ജയശ്രീ. ഞാൻ വീട്ടിൽ നിന്നല്ല, ഹോസ്പിറ്റലിൽ നിന്നാ. ഹരിക്ക് തലവേദന. ആ. ജയശ്രീ ആ ഹാൻഡ് സെറ്റുമായി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വരാന്തയിലൂടെ നടന്നു. 500 രൂപയുടെ ഒരു പ്രീപെയ്ഡ് കാർഡ് വാങ്ങിച്ചിട്ടതാണ്. അത് തീരാതെ ഇനി ചേച്ചി ആ ഹാൻഡ് സെറ്റ് താഴെ വെക്കില്ലെന്ന് ഹരിക്ക് മനസ്സിലായി. അയാൾ നിസ്സഹായതയോടെ നന്ദയെ ഒന്ന് നോക്കി. നന്ദ പൊട്ടി വന്ന ചിരി ഒതുക്കി. നന്ദ എന്റെ ഏട്ടനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഹരി ചോദിച്ചു. ആൽബത്തിൽ ഫോട്ടോ കണ്ടു. കുട്ടികൾ പറഞ്ഞു തന്ന ആളെ. നന്ദ പറഞ്ഞു കേട്ടത് വിചിത്രം, കാണുന്നത് അതിവിചിത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഹരി ചോദിച്ചു. എന്താ? ആളങ്ങനെയാണ്, ഒരു പെക്യുലിയർ ടൈപ്പ്. ഹരി പറഞ്ഞു. ഞാനും ഗീതയും എന്റെ കുട്ടികളും മാത്രം മതി ഈ ലോകത്ത് എന്നാണ് ഇഷ്ടന്റെ നിർബന്ധം. നന്ദ അപ്പോഴും ചിരിയൊതുക്കി. ഏതാണ്ട് 1/2 മണിക്കൂറുകളോളം കഴിഞ്ഞപ്പോൾ ഹാൻഡ് സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ജയശ്രീ കടന്നു വന്നു. അവളുടെ മുഖം അതിയായ സന്തോഷത്തിൽ വിങ്ങി തുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് പറയുവാടാ, എനിക്ക് സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഓ, അതാണോ ചേച്ചിക്ക് ഇത്ര സന്തോഷം? ഹരി പുഞ്ചിരിച്ചു. ചേച്ചി ആവശ്യപ്പെടാതെ തന്നെ സാരി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച ചേട്ടന് ചേച്ചിയെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. എന്താവശ്യം? എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാവും. ഓ, എന്നെ കൊണ്ട് എന്തോന്ന് കാര്യം ഇനി സാധിക്കാനുള്ളത്? ജയശ്രീ കുത്തുവാക്ക് പറഞ്ഞു. അച്ഛനും അമ്മയും ചത്തു. 2 ആങ്ങളമാരുള്ളവർക്ക് കുടുംബവുമായി. പിന്നെ ആർക്ക് വേണം പെങ്ങളെ? ജയശ്രീ ഹാൻഡ് സെറ്റ് ഹരിക്ക് തിരിച്ചു നീട്ടിക്കൊണ്ട് പറഞ്ഞു. മറ്റന്നാൾ അവർ വണ്ടി കയറും. ഇപ്പോൾ കൊങ്കൺ റെയിൽപാതയായതുകൊണ്ട് പഴയ അത്രയും താമസമില്ലല്ലോ വരാൻ. ഒരു ദിവസത്തെ യാത്ര ലാഭം. അവർ ആദ്യം ഗീതേട്ടത്തിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. കല്യാണത്തിന് നമ്മളെയും വിളിക്കുന്നുണ്ട്. ചെല്ലണോന്ന് പ്രത്യേകം പറഞ്ഞു. ജയശ്രീ പിന്നെ നന്ദയെ ഒന്ന് നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇത്തവണ വരുമ്പോൾ നിന്നോട് പ്രത്യേകമായി എന്തോ പറയാനുണ്ടത്രേ. എന്താ ചേച്ചി ഇത്ര പ്രത്യേകമായി ചേട്ടൻ എന്നോട് പറയാനുള്ളത്? വിചിത്രമായിരിക്കുന്നല്ലോ. ഹരി ചിരിച്ചുപോയി. വീതം വെക്കുന്ന കാര്യമാണെന്നാടാ പറഞ്ഞത്. ജയശ്രീ പറഞ്ഞു. വീതം വെക്കുന്ന കാര്യമോ? എന്ത് വീതം? അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട സ്ഥലത്തല്ലേ നീ വീട് വെച്ചിരിക്കുന്നത്? അത് നേരത്തെ ഇരുന്ന വീട് പൊളിച്ചു മാറ്റിയിട്ട് എനിക്കും ചേട്ടനും കൂടി അവകാശപ്പെട്ട വീട് സ്ഥലം ആയിരുന്നില്ലേ അത്? അതിന്റെ വീതം ചോദിച്ചതിൽ എന്താടാ തെറ്റ്? ഒത്ത നെറുകയിൽ കൂടം കൊണ്ട് ആഞ്ഞൊരടി കിട്ടിയ മട്ടിൽ വായു പിളർന്നു പോയി ഹരിയുടെ. ആ വീടും പറമ്പും വീതം വെക്കാനോ? അതിനാണോ ചേട്ടൻ വരുന്നത്? പോയ തലവേദന അപ്പാടെ തലയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി വന്നിട്ടെന്നവണ്ണം ഹരിയുടെ മുഖവും കണ്ണുകളും ശക്തമായിട്ടൊന്ന് ചുളിഞ്ഞുപോയി. ഹരിയുടെ അച്ഛന്റെ പേരിലാണ് ശ്രീനിലയിരിക്കുന്ന വസ്തു. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ അത് ഹരിയുടെ പേരിൽ എഴുതി വെച്ചിരുന്നില്ല. എങ്കിലും രഘുവേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഹരി ഓർത്തു. എന്റെ ജീവിതം ഇനി ബോംബെയിലാണ്, ഞാൻ ഇങ്ങോട്ടില്ല. അതുകൊണ്ട് സ്ഥലം ഹരി എടുത്തോട്ടെ. ഇന്നോളം വീട്ടിൽ നടന്നിട്ടുള്ള ഒരു ആവശ്യത്തിനും 10 പൈസ പോലും രഘുവേട്ടൻ മുടക്കിയിട്ടില്ല. അന്നൊക്കെ പറഞ്ഞിരുന്നത് തറവാട് ഹരിക്കാണ്,
അപ്പോൾ കാര്യങ്ങളൊക്കെ ഹരി നോക്കണം എന്നാണ്. ഹരി തന്നെ എല്ലാം ചെയ്തു. ജയശ്രീയുടെ വിവാഹം മുതൽ അച്ഛന്റെ അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ വരെ. അത് കഴിഞ്ഞാണ് ഹരി വീട് വെച്ചത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ വീതം വേണമെന്ന്. എങ്ങനെയാണ് വീതം വെക്കേണ്ടത്? ആർക്കൊക്കെയാണ് വീതം വെക്കേണ്ടത്? രഘുവേട്ടന് മാത്രമായിരിക്കില്ല വേണ്ടത്, ജയേച്ചിക്കും വേണ്ടി വരും. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ജയശ്രീ ചോദിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു എങ്ങനെയാണ് വീതം വെക്കേണ്ടതെന്ന്. ഹരിയുടെ ശബ്ദം താഴ്ന്നിരുന്നു. ആ വീട് പൊളിച്ചു മാറ്റിയിട്ട് വേണോ അതോ വീട് ഉൾപ്പെടെയാണോ? അതൊക്കെ ചേട്ടൻ പറഞ്ഞു തരും, നീ അങ്ങ് ചെയ്താ മതി, ജയശ്രീ പറഞ്ഞു. ഹരിക്ക് മനസ്സിലായി രഘുവേട്ടന് ഒരുപക്ഷം പറഞ്ഞിളക്കിയത് പോലും ചേച്ചിയാണെന്ന്. ചുക്കാൻ പിടിക്കുന്നതും ചേച്ചിയായിരിക്കും. പണവും സ്വർണവും ചോദിച്ചിട്ട് താൻ അന്ന് കൊടുത്തില്ല. അതിന്റെ വാശിയും പകയുമാണിത്. ചിരിച്ചു കാണിച്ചുകൊണ്ട് തന്റെ കഴുത്തിൽ കത്തി വെക്കുകയാണ് ജയേച്ചി. ആ, ഞാൻ ഇനി പോണു, നാളെയോ മറ്റന്നാളോ വരാം, പോരെടാ? ജയശ്രീ യാത്ര ചോദിച്ചു. ആ, ഹരി മൂളി. ജയശ്രീ പോയി കഴിഞ്ഞതോടെ ഹരി വീണ്ടും കിടന്നു. അയാളെ വിങ്ങി വിയർക്കുന്നത് നന്ദ കണ്ടു. വല്ലാതെ തല പൊട്ടിപ്പിളരുന്ന ഭാവവും. നന്ദ ഓടി അടുത്തെത്തി. സാരിയുടെ തുമ്പ് കൊണ്ടവൾ അയാളുടെ വിയർപ്പ് ഒപ്പാൻ ശ്രമിച്ചു. മാറി നിൽക്കെ, ഹരി നന്ദയെ പിടിച്ചു മാറ്റി. ഒറ്റ ഒരെണ്ണത്തിനില്ല സ്നേഹം, എല്ലാം ജാടയാണ്, കാട്ടിക്കൂട്ടൽ. ചിരിച്ചുകൊണ്ട് മുൻപിൽ നിന്നുള്ള അഭിനയം. ഹരി പുലമ്പി. ഒക്കെ കാര്യസാധ്യത്തിന്. അയാളുടെ കണ്ണുകൾ തുളുമ്പി തൂകി. ഇരു ചെന്നിയിലൂടെയും ഒഴുകിയിറങ്ങി. നന്ദ വേപതോടെ വീണ്ടും സാരിത്തുമ്പ് കൊണ്ട് ആ മുഖം തുടയ്ക്കാൻ ചെന്നു. ഹരി നന്ദയെ ശക്തമായി തട്ടിമാറ്റി. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? നന്ദ ഞെട്ടലോടെ പിന്മാറി. അവളുടെ നെഞ്ചിലും സങ്കടം തെങ്ങി. ടേബിളിലേക്ക് ചാഞ്ഞു കിടന്ന് നന്ദയും വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. ഹാളിൽ സിറ്റ് ഔട്ടിലേക്കുള്ള ജനാലയ്ക്കൽ കസേര വലിച്ചിട്ട് ഈശ്വരി ഇരുന്നു ഒറ്റയ്ക്ക്. എപ്പോഴും ശബ്ദമുണ്ടാക്കി നടന്നിരുന്ന ആളിപ്പോൾ കൂടെയില്ല. വലിയൊരു നിശബ്ദതയുടെ തടവുകാരിയായി ഈശ്വരി മാത്രം ചൈത്രത്തിനുള്ളിലിരിക്കുന്നു. അവരുടെ നോട്ടം ഗേറ്റിങ്കൽ തന്നെ കേന്ദ്രീകരിച്ചു നിന്നു. ആ വീടിന്റെ ശബ്ദവും വെളിച്ചവും ചലനവുമായി ഏക മകൻ എത്തുന്ന നിമിഷത്തിലേക്ക് കണ്ണും നട്ടുള്ള ഇരിപ്പ്. ഉണ്ണികൃഷ്ണൻ ഗേറ്റ് കടന്നു. പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെക്കുമ്പോൾ കണ്ടു ജനാലയ്ക്കപ്പുറത്ത് അമ്മയുടെ മുഖം. വിഷാദാർദ്രമാണ്. ഏകാദത്വവും അനാഥത്വവും പേർന്ന മുഖം. ഉണ്ണികൃഷ്ണനെ നോക്കി അമ്മ ഒരു തടവറയ്ക്കുള്ളിലാണ് ഇരിക്കുന്നതെന്ന് തോന്നി. അമ്മ ജയിലിലെ അഴികൾക്കപ്പുറത്ത്. അമ്മയെ കാണാൻ വന്ന സന്ദർശകനായി താൻ ഇപ്പുറത്ത്. അമ്മയെ തടവുകാരിയാക്കിയത് താനാണോ? ഉണ്ണികൃഷ്ണന് അമ്മയുടെ ആ ഇരിപ്പ് ഉള്ളിൽ മുള്ളാണിയായി നൊമ്പരം വിതച്ചു. ഉണ്ണികൃഷ്ണൻ വന്നതോടെ ഈശ്വരി എഴുന്നേറ്റ് വാതിൽ തുറന്നു. അമ്മ എന്തിനാണ് ഇങ്ങനെ വാതിൽ അടച്ചിട്ടിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. പിന്നെ അടയ്ക്കാതെ, ഈശ്വരി പറഞ്ഞു. മോളി പോയാൽ പിന്നെ എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടലാടാ. ഇവിടെങ്ങും ആരും ഇല്ലാത്തതുപോലെ. പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന വയസ്സായവരെ ഞെക്കിക്കൊന്നും വെട്ടിക്കൊന്നും ഓരോന്നൊക്കെ മോഷ്ടിക്കുന്ന കാലമല്ലേ. വാതില് തുറന്ന് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാ. ഉണ്ണികൃഷ്ണന്റെ മനസ്സിലും ഒരു നടുക്കമുണ്ടായി അത് കേട്ടപ്പോൾ. വാതിലടച്ച് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാനും പേടിയാടാ. ഇതിനകത്ത് മുഴുവനും ഇരുട്ട് നിറഞ്ഞു നിൽക്കുവാന്നാ എനിക്ക് തോന്നുന്നേ. കണ്ണിന് കാഴ്ച മങ്ങിട്ടാവും, എന്നാലും ഒരു പേടി. ആ മോളിയോട് പറഞ്ഞാൽ വൈകുന്നത് വരെ അവൾ ഇവിടെ നിൽക്കില്ലേ അമ്മേ, അമ്മയ്ക്ക് കൂട്ടായിട്ട്? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. നല്ല കാര്യായി. പല വീടുകളിലാ അവള് പണി ചെയ്യുന്നത്. ദിവസത്തില് 24 മണിക്കൂറും പോരാത്തതുപോലെ. എല്ലാ വീടുകളിൽ നിന്ന് കിട്ടുന്ന അത്ര പണം കൊടുത്ത് അവളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ഈശ്വരി പറഞ്ഞു നെടുവീർപ്പോടെ. അല്ലെങ്കിലും അവള് നിന്നിട്ട് എന്തിനാ? വേണ്ട, അവൾ എനിക്കൊരു കൂട്ടാവില്ലല്ലോ. ഉണ്ണികൃഷ്ണനും തോന്നി ആ വീട് നിറയെ നിശബ്ദതയാണെന്ന്, ഇരുട്ടാണെന്ന്. തനിക്കും കാഴ്ചക്കുറവുണ്ടോ കണ്ണിന്? ഉണ്ണികൃഷ്ണൻ ഉറച്ചു. കഴിയുന്നത്ര നേരത്തെ എത്തണം ഇനി എന്നും വീട്ടിൽ. അമ്മയുടെ സങ്കടം കാണാൻ വയ്യ. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോഴും ഉണ്ണികൃഷ്ണന് ആ ചിന്ത വിഷാദമുണ്ടാക്കുകയായിരുന്നു. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജോർജും ഉണ്ണികൃഷ്ണനും. ജോർജ് അയാളെ ശ്രദ്ധിച്ചു. ഡൈനിങ് റൂമിലെ വലിയ തിരക്കൊന്നൊട്ട അവസാനിച്ചപ്പോൾ ജോർജ് ഉണ്ണികൃഷ്ണനെ നോക്കി പതിയെ ചോദിച്ചു, എന്താണിനി തന്റെ പ്ലാൻ? ഉണ്ണികൃഷ്ണന് ആ ചോദ്യം മനസ്സിലായില്ല. തന്നെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കാനുള്ള യജ്ഞം നടത്തി പരാജയം ഏറ്റുവാങ്ങി തന്റെ അച്ഛൻ മരിച്ചു. അതേ യജ്ഞം പൂർത്തീകരിക്കാനാവാതെ തന്റെ അമ്മയും. ജോർജ്, ഉണ്ണികൃഷ്ണൻ നടുക്കത്തോടെ വിളിച്ചു. ഞാൻ അല്പം കടത്തി പറഞ്ഞതാണ്, സോറി. പക്ഷേ വലിയ താമസമില്ലാതെ സംഭവിക്കുന്ന ഒന്നാണെന്ന് മാത്രം, ജോർജ് പറഞ്ഞു. ഉണ്ണികൃഷ്ണന്റെ കണ്ണുകളിൽ ചുവപ്പ് നിറഞ്ഞു. താൻ ആ വീട്ടിൽ നിന്നിറങ്ങിയാൽ താൻ ചെല്ലുന്നത് വരെ പാവ അമ്മ ഒറ്റയ്ക്കല്ലേ? അതോർത്തു പറഞ്ഞതാണ്. ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ
ജനാലയ്ക്കപ്പുറത്ത് തന്നെ കാത്തിരിക്കുന്ന അമ്മയുടെ ചിത്രം തെളിഞ്ഞു. കാത്തിരിക്കുന്ന മടുപ്പിനിടയിൽ തന്റെ മുഖം കണ്ടപ്പോൾ ആ മുഖത്തുദിച്ച സന്തോഷവും താൻ ഇനിയെങ്കിലും ആ അമ്മയെ മനസ്സിലാക്കാനും കാണാനും ശ്രമിക്കും ഉണ്ണികൃഷ്ണ. ജോർജ് പറഞ്ഞു. ബി പ്രാക്ടിക്കൽ. താൻ ഇതുവരെ തന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. തന്റെ ഇഷ്ടങ്ങളിൽ മാത്രം ശാഠ്യം പിടിച്ചു നിൽക്കുകയും ചെയ്തു. ആ ശാഠ്യത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് തന്റെ അച്ഛൻ മരിച്ചു. ശരിയാണ്. ഉണ്ണികൃഷ്ണന്റെ മനസ്സ് അത് ഏറ്റു പറഞ്ഞു. അച്ഛന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം താനാണ്. ഒരിക്കലും തന്റെ അച്ഛനെ പോലെ സ്നേഹവാനായ ഒരച്ഛനോട് മകൻ ചോദിക്കരുതാത്ത ചോദ്യമാണ് താൻ ചോദിച്ചത്. അത്രത്തോളം കടുത്ത ആഘാതമാണ് അച്ഛനിൽ ഏൽപ്പിച്ചത്. അത് അച്ഛന്റെ മരണത്തിൽ കലാശിച്ചു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ്. അച്ഛന്റെ മരണം അമ്മയിലും ഒരു ആഘാതമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഏകാന്തത, അതാണ് മുറിക്കുള്ളിൽ ഇരുട്ടാണെന്നും കണ്ണിന് മങ്ങലുണ്ടെന്നും തോന്നാൻ കാരണം. എന്തെങ്കിലും ഒരു പരിഹാരം അമ്മയ്ക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് അമ്മയെ നഷ്ടമാകും. അക്കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ ജോർജിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. കുറ്റസമ്മതം പോലെ ജോർജിന് ഉത്സാഹമായി. എടോ, ഇനി താൻ നന്ദയെ കാത്തിരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഒരർത്ഥവും ഇല്ല. അവളിപ്പോൾ അന്യന്റെ ഭാര്യയാണ്. എനിക്കറിയാം. അന്യന്റെ ഭാര്യയെ കിട്ടണമെന്ന് ആശിക്കുന്നത് തെമ്മാടിത്തരമാണ്. അറിയാം. ഒരു സ്ത്രീ തന്റെ കൂട്ടിന് കിട്ടിയാൽ പിന്നെ ഈ നന്ദ തന്റെ മനസ്സിലോ പരിസരത്തോ പോലും എത്തി നോക്കില്ലടോ. എനിക്കത് ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ ഊണ് നിർത്തി. ചൈത്രത്തിൽ മൂന്നാമതൊരു ശബ്ദം വേണം. അത് തനിക്കും തന്റെ അമ്മയ്ക്കും ഇനിയൊരു രക്ഷ തന്നെയാണ്. അതില്ലാതായാൽ ഇനി നേരിടേണ്ടി വരുന്ന ദുരന്തം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് തന്റെ വിവാഹത്തെക്കുറിച്ചാണ്. പുനർവിവാഹത്തെക്കുറിച്ച്. തന്റെ ഫാദർ തുടങ്ങി വെച്ചതാണ്. അത് പൂർത്തിയാക്കണം ഇനിയെങ്കിലും. ഉണ്ണികൃഷ്ണൻ എതിർത്തില്ല, വയ്യെന്ന് പറഞ്ഞില്ല. ജോർജിന് കൂടുതൽ ഉത്സാഹമായി. എന്റെ വൈഫിന്റെ നാട്ടുകാരി ഒരു പെൺകുട്ടിയുണ്ട്. വിദ്യാഭ്യാസമുള്ള കുട്ടി. ജോലിയില്ല. വിവാഹം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടതാണ്. 28 വയസ്സുണ്ട്. കാഴ്ചയ്ക്കും തരക്കേടില്ല. തനിക്ക് സമ്മതമാണെങ്കിൽ ആലോചിക്കാം. തന്റെ അമ്മയ്ക്ക് ആ കുട്ടി ഒരു കൂട്ടാവുകയും ചെയ്യും വീട്ടിൽ. എന്താ? നന്ദയുടെ മനസ്സ് എന്നിലേക്ക് തിരിയാൻ ഇനി ഒരൊറ്റ വഴിയേ ശേഷിക്കുന്നുള്ളൂ. നിങ്ങളൊരു വിവാഹം ചെയ്യണം. ഒരു സ്ത്രീയെ നിങ്ങളോടൊപ്പം അവൾ കാണണം. ആ ഹരി പറഞ്ഞ വാചകം നന്ദയെ അയാൾക്ക് പൂർണ്ണമായും പിടിച്ചടക്കാൻ താൻ മറ്റൊരു വിവാഹം കഴിക്കണമത്രേ. ഉണ്ണികൃഷ്ണൻ ഓർത്തത് അതാണ്. താൻ അയാളുടെ നിർദ്ദേശം സ്വീകരിക്കണോ, തോറ്റുകൊടുക്കാനോ? അതേതായാലും വയ്യ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ജോർജ് ചോദിച്ചു. എനിക്ക് ആലോചിക്കണം ജോർജ്, അയാൾ പറഞ്ഞു. മതി, ആലോചിച്ചിട്ട് മതിയടോ. അല്ലെങ്കിലും എടുത്തു ചാടി ചെയ്യേണ്ടുന്ന ഒന്നല്ലല്ലോ ഇത്. ജോർജ് സമ്മതിച്ചു. അയാൾക്ക് ശുഭപ്രതീക്ഷയുണ്ടായി. ഉണ്ണികൃഷ്ണൻ അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ. വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തി. ബൈക്ക് പോർച്ചിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ജനാലയ്ക്കൽ അമ്മയുടെ മുഖമില്ല. അമ്മ എവിടെ? ഉണ്ണികൃഷ്ണൻ വിളിച്ചു. ബെല്ലടിച്ചു. ഒരു ഞെരുക്കം കേട്ടോ? ഉണ്ണികൃഷ്ണൻ സംശയിച്ചു. അമ്മ അകത്തുണ്ടോ? ഉണ്ണികൃഷ്ണൻ വാതിൽ പരിശോധിച്ചു. പൂട്ടിക്കിടക്കുകയാണ്. അയാൾ തന്റെ കയ്യിലുള്ള താക്കോലെടുത്ത് വാതിലിന്റെ പൂട്ട് തുറന്നു. അകത്ത് കയറി. താഴെ നിന്നും മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് അമ്മ. ജനാലയ്ക്ക് താഴെയാണ് വീണുപോയത്. ഉണ്ണികൃഷ്ണൻ ഓടിച്ചെന്ന് അമ്മയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. സോഫയിലിരുത്തി. മുഖത്ത് വെള്ളം തളിച്ചു. കിച്ചണിലേക്ക് ഓടിക്കയറി ചെറു ചൂടോടെ കിടക്കുന്ന ചുക്കുവെള്ളവുമായി വന്നു. ഈശ്വരിക്ക് കൊടുത്തു. വെള്ളം അല്പം കുടിച്ചതോടെ ഈശ്വരിക്ക് തെല്ല ആശ്വാസമായി. എന്താ അമ്മേ, എന്തു പറ്റി? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. വാതിലടച്ച് പൂട്ടിയിട്ട് ഞാൻ നീ വരുന്നത് നോക്കി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ണില് ഇരുട്ട് കയറിയതുപോലെ. നിന്റെ അച്ഛൻ മുൻപിൽ വന്ന് നിൽക്കുക. എന്നിട്ടൊരു ചോദ്യം. നീ ഒറ്റയ്ക്കായി പോയി അല്ലേ ഈശ്വരിയെന്ന്. കൂടെ ചെല്ലാൻ കൊണ്ടുപോകാമെന്ന്. പിന്നെ നോക്കുമ്പോ മുൻപിൽ ആളില്ല. ഞാനങ്ങ് നടുങ്ങിപ്പോയി. പിന്നൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഉണ്ണികൃഷ്ണൻ നടുങ്ങിപ്പോയി. അച്ഛൻ അമ്മയുടെ മുൻപിൽ വന്നു എന്ന്, കൂടെ കൊണ്ടുപോകാ എന്ന് പറഞ്ഞു എന്ന്. എന്താണിതിനർത്ഥം? എന്നും അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു. തമ്മിലൊരിക്കലും പിണങ്ങി പിരിഞ്ഞിട്ടില്ല. ഒരു ദിവസം പോലും തമ്മിൽ അകന്നു നിന്നിട്ടുമില്ല. പെട്ടെന്നൊരു ദിവസം അമ്മ ഒറ്റപ്പെട്ടു പോയി. അച്ഛന്റെ അഭാവം അമ്മയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് പകൽ മുഴുവൻ അമ്മ ഒറ്റയ്ക്കും. ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ അമ്മ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നുണ്ടാവണം. അച്ഛന്റെ ഒപ്പം അങ്ങ് മരിച്ചാൽ മതിയെന്നും തോന്നുന്നുണ്ടാവും അമ്മയ്ക്ക്. അച്ഛൻ വന്ന് എന്നും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നും അമ്മയ്ക്ക് തോന്നാനുള്ള കാരണവും ഏതാണ്ട് അത് തന്നെ. ഉച്ചയ്ക്ക്
ലഞ്ച് സമയത്ത് ജോർജ് പറഞ്ഞതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ശബ്ദവും ചലനവും ഇല്ലാത്തൊരു വീട്ടിൽ പ്രായമായ ഒരമ്മ ഒറ്റയ്ക്ക് ഒരു പകൽ മുഴുവൻ കഴിച്ചുകൂട്ടുക. അതിനിടയിലെ ഇതുപോലെ ഒരു ബോധക്ഷേമോ മറ്റോ സംഭവിച്ചാൽ ആരുണ്ടെന്ന് നോക്കാൻ? ആരും നോക്കാനില്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ? ഉണ്ണികൃഷ്ണൻ ആ ഓർമ്മയിൽ തന്നെ വീർത്തു. ഒരു ടാക്സി പിടിച്ച് ഈശ്വരിയെ ഉണ്ണികൃഷ്ണൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരു തറോ ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണല്ലോ. അല്പം പ്രഷറുണ്ട്, ഈശ്വരിയെ പരിശോധിച്ചു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതിലേറെ ഉള്ളത് ടെൻഷനാണ്. ശ്രദ്ധിക്കണം. കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അമ്മയും കൊണ്ട് പോരുമ്പോൾ ഉണ്ണികൃഷ്ണന് പിന്നെ വെപ്രാളമായി. ആരെയാണ് അമ്മയ്ക്ക് കൂട്ടായി നിർത്തുക? ബന്ധുക്കൾ ആരും തന്നെ സ്ഥിരമായി വന്നു നിൽക്കാൻ പറ്റിയവരില്ല. ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ശാശ്വതമായ പരിഹാരവുമല്ല. പിന്നെ എന്താണ് വഴി? 2-3 ദിവസം ഉണ്ണികൃഷ്ണന്റെ ചിന്ത അതായിരുന്നു. അതിന്റെ അവസാനം എന്ന വണ്ണം ഉണ്ണികൃഷ്ണൻ ജോർജിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ പറഞ്ഞ ആ പ്രപ്പോസൽ നമുക്കൊന്നു നീക്കി നോക്കാം. ശരിക്കും താല്പര്യപ്പെട്ടിട്ടാണോ താനിത് പറയുന്നത്? അതോ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ണികൃഷ്ണന്റെ ജീവിതമില്ലെന്നൊരു തോന്നലാണിപ്പോൾ. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വിവാഹം ശരിയാകുമോ ഉണ്ണികൃഷ്ണ? ജോർജ് ചോദിച്ചു. താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വരുന്നവൾ സാമർത്ഥ്യക്കാരിയാണെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് നന്ദയെ തൂത്തെറിയാൻ അവൾക്ക് കഴിയില്ലേ? അതായത് സാമർത്ഥ്യക്കാരിയായ പെണ്ണ് വേണം അല്ലേ? ജോർജ് പൊട്ടിച്ചിരിച്ചു. ഉണ്ണികൃഷ്ണന് ചിരി വന്നില്ല. ഇനിയൊരു വിവാഹാലോചനയെക്കുറിച്ച് ഉണ്ണികൃഷ്ണനോട് പറയാൻ ഒരിക്കലും ഈശ്വരി തയ്യാറായിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഒരു പെണ്ണ് കാണലിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈശ്വരി അമ്പരന്നു. അവരുടെ സർവ്വക്ഷീണവും അതോടെ പറന്നു. ഉത്സാഹവതിയായി ഒരു ടാക്സിയിൽ ഉണ്ണികൃഷ്ണനും ജോർജും ഈശ്വരിയും പെൺകുട്ടിയുടെ വീട്ടിലെത്തി. റിട്ടയർഡ് വില്ലേജ് ഓഫീസർ രാജശേഖരന്റെ 3ാമത്തെ മകളാണ് സുനിത. ആകെ 4 മക്കൾ. മൂത്ത 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇനി സുനിത. ഏറ്റവും ഇളയതാണ് ആൺകുട്ടി. ഒരു ജോലിക്കാരനെ തന്നെയാണ് രാജശേഖരൻ മകൾക്ക് വേണ്ടി അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ 2ാം ഘട്ടമാണെങ്കിലും ബാധ്യതയൊന്നുമില്ലല്ലോ. ഉദ്യോഗസ്ഥനുമാണ്. ഒരു ഉദ്യോഗസ്ഥന് ഇക്കാലത്ത് വിവാഹ കമ്പോളത്തിൽ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണന്റെ ആലോചനയ്ക്ക് അവർ സമ്മതം മൂളിയത്. ഉണ്ണികൃഷ്ണനെ കണ്ടതോടെ പൂർണ്ണ സമ്മതമാവുകയും ചെയ്തു. ഉണ്ണികൃഷ്ണന്റെ അമ്മയുടെ മുൻപിലേക്ക് ചായക്കപ്പുകൾ നിറച്ച ട്രേയുമായി സുനിത വന്നു. ഉണ്ണികൃഷ്ണൻ തോന്നി നന്ദയുടെ അത്രയും നിറവില്ല, അത്രയും ഭംഗിയില്ല. ചായ തന്നിട്ട് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പിൻഭാഗം നന്ദയുടേതുപോലെ വടിവാർന്ന ശില്പഭംഗിയില്ല. മുടി മേടഞ്ഞിട്ടിട്ടുമില്ല. തനിക്ക് സുനിതയോട് എന്തെങ്കിലും സംസാരിക്കണോടോ? ജോർജ് ചോദിച്ചു. ഓ വേണ്ട. എന്താ തന്റെ അഭിപ്രായം? തരക്കേടില്ലെന്ന് തോന്നുന്നു. അത് പറഞ്ഞ ഉണ്ണികൃഷ്ണന്റെ മുഖത്ത് തീരെ തെളിച്ചമുണ്ടായിരുന്നില്ലെന്ന് ജോർജ് കണ്ടു. മടക്കയാത്രയിൽ ഈശ്വരി പറഞ്ഞു, മുഖത്ത് തീരെ ഐശ്വര്യമില്ല ജോർജെ. നന്ദയുടെ മുഖത്തുള്ളതുപോലെ നിറദീപത്തിന്റെ ഭംഗിയും തെളിച്ചവും വേണം. ജോർജ് അമ്പരന്നു പോയി. നന്ദയുടെ മുഖത്തെ ഐശ്വര്യവും തെളിച്ചവും നന്ദയുടെ മുഖത്തല്ലേ ഉള്ളൂ. മറ്റൊരാളുടെ മുഖത്ത് അതുണ്ടാകുമോ? എല്ലാം ഇങ്ങനെ കിള്ളി കിഴിച്ചു നോക്കിയാൽ കാര്യം നടക്കുമോ അമ്മേ? ജോർജ് ചോദിച്ചു. എന്നാലും ഒരു തൃപ്തിയാകുന്നില്ല ജോർജെ, ഈശ്വരി പറഞ്ഞു. തന്റെ അഭിപ്രായം എന്താ? ജോർജ് ഉണ്ണികൃഷ്ണനെ നോക്കി. അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാളെ ഇവിടെ വേണം. അത്യാവശ്യമാണ് അല്ലേ അമ്മേ? അത് ശരിയാ. എങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഭംഗിയും തെളിച്ചവും ഒക്കെ നോക്കണോ? ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഈശ്വരിയുടെ മുഖം വാടി. നമുക്കിതങ്ങ് നടത്തിയേക്കാമേ, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈശ്വരി സമ്മതിച്ചു. പക്ഷേ 2 പേരുടെ മുഖത്ത് തീരെ തെളിച്ചമില്ലെന്ന് ജോർജിന് മനസ്സിലായി. തീർത്തും ഇഷ്ടമില്ലാത്തൊരു കാര്യം നടത്തുന്നത് എങ്ങനെ? അതും വിവാഹം. ഇപ്പോൾ കൺഫ്യൂഷനിലായത് ജോർജാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഹരിയും നന്ദയും ശ്രീനിലയത്തിൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ രേവതി ടീച്ചർ അവിടെയുണ്ട്. മക്കൾക്കിനി അച്ഛനെ അമ്മയും വേണ്ടെന്ന മട്ട മുത്തശ്ശി മതിയത്രേ. ചേച്ചമ്മ പറഞ്ഞു. മുത്തശ്ശിയും കൊച്ചുമക്കളുമായിട്ട് അത്രയ്ക്കങ്ങ് ഇടപഴകിയെന്ന് കണ്ടോ? അഖിലും അക്കുവും സ്കൂളിൽ പോയി കഴിഞ്ഞിരുന്നു. ഞാനിനി പോകണ്ടെന്നാ 2 ആളും പറഞ്ഞത്. രേവതി ടീച്ചർ പുഞ്ചിരിച്ചു. ഞാനും അങ്ങനെ തന്നെ പറയുന്നു. പറ്റില്ല ഹരി, ടുട്ടുവിന് ഞാൻ എപ്പോഴും അവന്റെ കൂടെ വേണം. മായ ഗർഭിണിയാണെന്നറിയാലോ. അവൾക്ക് ഇത്തവണ തീരെ വയ്യ. കൂടെ കൂടെ അവളെ കാണാനും സഹായിക്കാനും പോകണം. അമ്മയുടെ ചുമതല ഇനിയും തീർന്നിട്ടില്ലെന്ന് സാരം. മക്കളുള്ള ഒരമ്മയ്ക്കും ഒരിക്കലും തീരില്ല ഹരി ചുമതലകൾ. രേവതി ടീച്ചർ മൃദുവായി ചിരിച്ചു. ഗേറ്റ് കടന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്നു നിന്നു. നന്ദ എത്തി നോക്കി. ജയശ്രീയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. ഡിസ്ചാർജ് ചെയ്യുമെന്ന വിവരം ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേടാ?
പിന്നെന്തിനാ ഈ ഫോണൊക്കെ ഉള്ളത്? ഇതിനൊക്കെ വേണ്ടി തന്നെയല്ലയോ? വാതുക്കലേക്ക് ചെന്ന ഹരിയോട് ജയശ്രീ ശബ്ദമുയർത്തി. ഓ, ജയിച്ചു വരുന്നതേ പരാതിയുമായിട്ടാണല്ലോ എന്നും നന്ദ ഓർത്തു. ആ, രഘുവേട്ടനും ചേച്ചിയും പിള്ളേരും ഇന്നെത്തും. ഞാൻ അവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. അവര് ഗീതേച്ചിയുടെ വീട്ടിലോട്ടാ. നീ വരുന്നോ? ജയശ്രീ ചോദിച്ചു. ഇല്ല. ഹരിക്ക് വീണ്ടും തലവേദനിക്കുന്നതെന്ന് തോന്നി. നിന്നെ കല്യാണം വിളിച്ചോ? ഒവ്, ഹോസ്പിറ്റലിൽ വന്നിരുന്നു. മറ്റന്നാളാ കല്യാണം. നീ വന്നേക്കണം. സംസാരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ജയശ്രീ രേവതി ടീച്ചറിനെ കണ്ടത്. അപ്പോൾ അത് ശരി, പുതിയ ബന്ധുക്കാരിവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണല്ലേ? ചുമ്മാതല്ല നിനക്ക് കൂടപ്പറപ്പുകളെ വേണ്ടാതായത്. ജയശ്രീക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായി. രേവതി ടീച്ചറിന്റെ മുഖം വിളറി. നന്ദയുടെയും. ഹരി തലയിൽ കൈവച്ചു. തലവേദന ശക്തമായതുപോലെ മുഖം ചുളിച്ചു. അയാൾ വേഗം മുറിയിലേക്ക് പോയി. ജയശ്രീ രേവതി ടീച്ചറിന് നേരെ തിരിഞ്ഞു. ടീച്ചർ ഏതായാലും മക്കൾക്ക് കൊടുത്തുവിട്ട കോച്ചിങ് ഉഗ്രൻ. എന്നെ പോലും അവന് കാണരുതാതായി. രേവതി ടീച്ചർ പുഞ്ചിരിച്ചു. അത്രമാത്രം. പ്രതിയോഗിക്കുന്നാവില്ലെന്ന് കണ്ടപ്പോൾ ഏറ്റുമുട്ടാനാവാത്തതിന്റെ ദേഷ്യം ജയശ്രീ ചേച്ചമ്മയോട് തീർത്തു. അവർ കൊണ്ടുവന്ന ചായക്കിട്ട് ഒറ്റ തട്ട്. എന്തൊക്കെയോ പറയുകയും ശപിക്കുകയും ചെയ്തു. ജയശ്രീ പോയി. ഓ, ഈ ഹരിയും പെങ്ങളും തമ്മിൽ എന്തൊരന്തരം! രേവതി ടീച്ചർ പറഞ്ഞു. റോസാപ്പൂവ് വിടരുന്ന ചെടിയിൽ നിറയെ മുള്ളുകളും ഇല്ലേമ്മേ? നന്ദ ചോദിച്ചു. രേവതി ടീച്ചർ മകളുടെ മുഖത്തേക്കൊന്നു നോക്കി മന്ദഹസിച്ചു. ആരാ റോസാപ്പൂവ്? നന്ദയുടെ മുഖം ചുവന്നുപോയി. ആ ചുവപ്പ് രേവതി ടീച്ചർക്ക് നേരിയ പ്രതീക്ഷ നൽകി. നന്ദ ഹരി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ചേച്ചി എവിടെ? പോയോ? ഹരി ചാടി എണീറ്റു ഒരു പൊട്ടിച്ചിരിയോടെ. എന്റെ തലവേദന പോയി. അമ്പട കള്ളാ! നന്ദയും ചിരിച്ചുപോയി. രേവതി ടീച്ചർ യാത്ര പറഞ്ഞിറങ്ങി. ഹരിയും നന്ദയും എത്ര വിലക്കേട്ടും അവർ നിന്നില്ല. ഇറങ്ങുമ്പോഴും അവർ നന്ദയോട് പറഞ്ഞു. നീ ആലോചിക്കണം നന്ദേ, മനുഷ്യ മനസ്സ് പലതരത്തിലാണ്. പുറമേ ഹരി ശാന്തനാണെങ്കിലും ഉള്ളിൽ തീക്കനലുണ്ട്. കത്തി പൊട്ടിക്കഴിഞ്ഞു പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല, കേട്ടല്ലോ. ഇത്തിരി കടുത്ത സ്വരത്തിൽ തന്നെയാണ് രേവതി ടീച്ചർ അത്രയും പറഞ്ഞത്. നന്ദ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി. കഴിഞ്ഞ 5 ദിവസമായി നന്ദ അതുതന്നെയാണ് ആലോചിച്ചിരുന്നത്. ഒരുപാട് ചിന്തിച്ചിട്ട് നന്ദ ഒരു തീരുമാനത്തിലേക്ക് അടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിയോട് കൂടുതൽ അടുത്തിടപഴകാൻ നന്ദ മടി കാണിച്ചതേയില്ല. പക്ഷേ ഹരി എപ്പോഴും ഒതുക്കം ഭാവിച്ചു നിന്നു, അകൽച്ച കാട്ടി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ അടുപ്പം കാട്ടുന്നതെന്നാവും ഹരിയുടെ ധാരണ. ആ ധാരണ എങ്ങനെ മാറ്റാനാകും? ഒരിക്കൽ ഉണ്ണേട്ടനെ ശുശ്രൂഷിക്കാൻ പോയതിന്റെ ശിക്ഷ ഇപ്പോഴാണ് ലഭിക്കുന്നതെന്ന് നന്ദ സങ്കടത്തോടെ ഓർത്തു. രാത്രി കുട്ടികൾ പതിവ് പോലെ ഉറങ്ങാൻ കടന്നു. നന്ദയോടൊപ്പം അവർ ഉറങ്ങുകയും ചെയ്തു. ഹരി ഓഫീസ് റൂമിലാണ്. പഴയ ഡിസൈനിങ്ങോ എസ്റ്റിമേറ്റോ ഒക്കെ എടുത്ത് നോക്കുകയാണ്. നന്ദ അങ്ങോട്ട് പോവാറില്ലാത്തതാണ്. അവൾ ആദ്യമായി അങ്ങോട്ട് കടന്നു ചെന്നു. എന്താ എന്ന മട്ടിൽ ഹരി നോക്കി. മരുന്നുകൾ തീർന്നിട്ടില്ലല്ലോ, അത് കഴിഞ്ഞു പോരെ ഈ ഉറക്കമിളയ്ക്കൽ? കുറച്ചു ദിവസം കൂടി നേരത്തെ കിടന്നുറങ്ങ്. ഹരി ഒന്ന് പുഞ്ചിരിച്ചു. ശരി, ഞാൻ 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ഹരിയുടെ ശ്രദ്ധ മുൻപിലുള്ള പേപ്പറുകളിൽ തന്നെയാണ്. നന്ദ മടങ്ങിപ്പോന്നു. കിടക്ക മുറിയിലെത്തി. മരുന്നുകളും അത് കഴിക്കാൻ ചെറു ചൂടിൽ വെള്ളവും എടുത്തു വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഹരി എത്തി. നന്ദയുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിച്ചു. മക്കൾക്ക് പതിവുള്ള ഉമ്മകൾ നൽകി. പിന്നെ തന്റെ റൂമിന് നേർക്ക് നടന്നു. ഹരി, നന്ദ വിളിച്ചു. അയാൾ നിന്നു. ഇവിടെ കിടന്നോളൂ ഹരി, മക്കളുടെ അരികിൽ. അയാൾ തിരിഞ്ഞു നോക്കി. എന്താ അങ്ങനെ? അതല്ലല്ലോ പതിവ്. പതിവുകൾ സ്ഥിരം പാലിച്ചേ തീരുവെന്നുണ്ടോ? നന്ദ ചോദിച്ചു. ഹരിക്ക് മക്കളുടെ സാമീപ്യം വേണ്ടേ? നന്ദ അയാൾക്ക് മുൻപിൽ ചെന്ന് നിന്നു. മക്കൾ കൂടെ ഇല്ലാഞ്ഞു ഒട്ടു ഉറക്കം വരാതെ ഉടറി നടക്കുന്ന ആൾക്ക് അവര് വേണ്ടേ? ഹരി മന്ദഹസിച്ചു. അവർക്കിപ്പോൾ ഞാനില്ലേലും ഉറക്കം വരുന്നുണ്ട്. കണ്ടില്ലേ, അവർ ഉറങ്ങിക്കഴിഞ്ഞു. അയാൾ ശബ്ദം താഴ്ത്തി. അപ്പോഴിനി അവരില്ലാതെ തന്നെ ഉറങ്ങാൻ ഞാന് ശീലിക്കണം. അതാണ് വേണ്ടത്. ഇന്നു മുതൽ എന്റെ ശ്രമം അതിനാണ്. എന്തോ ഹരിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? ഞാനല്ലേ ഇതിനൊക്കെ കാരണം. ഹരി നോക്കി. ഞാൻ ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഹരി മറ്റൊരാളെ കെട്ടി സുഖമായിട്ട്. സുഖം. ഹരി ആ വാക്ക് ആവർത്തിച്ചു. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ സുഖമേ അവർക്ക് ലഭിക്കൂ. ഇത്രമാത്രമായിരിക്കും എനിക്ക് വിധിച്ചിട്ടുള്ളത്. ഞാനത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നില്ലേ? ഹരി. നന്ദ അയാളോട് ചേർന്ന് നിന്നു. അയാളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലെടുത്തു. അവളുടെ മിഴികൾ തുളുമ്പി തൂകാൻ തുടങ്ങിയിരുന്നു. ഞാൻ പറയുന്നത് ഹരി കേൾക്കണം.
ഇതൊന്നും ഡോക്ടറുടെ നിർദ്ദേശമല്ല, എന്റെ അഭിനയവുമല്ല. നന്ദ ചിന്തിച്ചെടുത്ത തീരുമാനം, ഹൃദയം കൊണ്ട് പറയുന്നത്. അവളുടെ കൈകൾ വിറകൊള്ളുന്നത് ഹരി തന്റെ കൈത്തലത്തിൽ അറിഞ്ഞു. ഹരിയുടെ മിഴികളിലും നേരിയ തിളക്കമുണ്ടായി. അയാളുടെ ഹൃദയവും ശക്തമായി ഒന്ന് തുടികൊട്ടി. ഹരിയെ ഇതിലധികം വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞാനൊരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയേക്കുമായിരുന്നു. ഹരിയുടെ സങ്കടങ്ങൾ അത്രയേറെ എന്നെ തളർത്തുന്നുണ്ട്. അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ച് അവൾ കൂട്ടിച്ചേർത്തു. എന്റെ കഴുത്തിൽ ഈ താലി അഴിക്കുന്നത് ഹരി കാത്തിരിക്കുകയാണെന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ? ഹരി ഇതഴിച്ചോളൂ, എന്നിട്ട് പകരം ഒന്ന് എന്റെ കഴുത്തിൽ കെട്ടിത്തന്നോളൂ. ഇതിലധികം ഇക്കാര്യം തുറന്നു പറയാൻ നന്ദയ്ക്കിനി വാക്കുകളില്ല. ഹരിയാണ് സത്യം. ഹരി അവളുടെ പിടുത്തം വിടുവിച്ചു. അവളുടെ മുഖം തന്റെ കൈക്കുടനയിലെടുത്തു. അവളുടെ മിഴികളിലേക്ക് നോക്കി. അത് നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. എനിക്ക് അസുഖം വരുമെന്ന് ഭയന്നിട്ടാണോ, അതോ എന്നോട് സഹതപിച്ചിട്ടാണോ? പറയൂ, എനിക്കറിയണം. ഉദ്വേഗത്തോടെ അയാൾ ചോദിച്ചു. അപ്രതീക്ഷിതമായി കിട്ടാതിരുന്നൊരു നിധി, കുന്നോളം കൈക്കുള്ളിലെത്തിയ അമിതാനന്ദം അയാളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഭയവും സഹതാപവുമല്ല, നന്ദ മന്ത്രിച്ചു. പിന്നെ നിങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ, അയാളെ നന്ദ പൂർണ്ണമായി മറന്നോ? ഹരി ചോദിച്ചു. ശക്തമായി ആ ഉടലിൽ നിന്ന് ഞെട്ടിയത് ഹരി അറിഞ്ഞു. പൂർണ്ണമായി മറന്നു എന്ന് എനിക്ക് സത്യം ചെയ്യാൻ വയ്യ ഹരി, അവൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട്. ഉണ്ണിയേട്ടനെ പിന്തള്ളിക്കൊണ്ട് ഹരി എന്റെ മനസ്സിലേക്ക് കയറുന്നു. അധികാരം ഉറപ്പിക്കുന്നു. ഈ താലി ഇനി ഞാൻ കഴുത്തിൽ ചുമക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഹരി രണ്ട് കൈകൊണ്ടും അവളെ വാരി പുണർന്നു. ഇത്രയും ഈ നാവിൽ നിന്ന് കേൾക്കാനായിരുന്നു ഹരി കാത്തിരുന്നത്. അവളുടെ കാതോരം അയാൾ മന്ത്രിച്ചു. പിന്നെ ആ നിമന്ത്രണങ്ങളും അയാളുടെ അധരങ്ങളും അവളുടെ കഴുത്തിനടിയിലായി. പെട്ടെന്ന് അയാൾ മുഖമുയർത്തി പരിരംഭണം ചെയ്തിരുന്ന കൈകൾ വയഞ്ഞു. അയാളുടെ വിരലുകളിൽ തൂങ്ങി നന്ദയുടെ കഴുത്തിൽ കിടന്നിരുന്ന താലി ഉയർന്നു. അതയാൾ ഊരിക്കളയാനാണ് ഭാവിച്ചത്. പെട്ടെന്ന് നന്ദ ആ കയ്യിൽ കയറി പിടിച്ചു. എന്താ? ഹരി നോക്കി. ഈ രാത്രിയിൽ ഇത് ഊരണോ? ഹരിയുടെ നോട്ടത്തിൽ മുനയുണ്ടായി. ഒരു താലിയല്ലേ ഇത്? താലി അണിയുമ്പോഴും ഊരുമ്പോഴും അതിനൊരു പവിത്രത ഉണ്ടാകുന്നതല്ലേ നല്ലത്? ഹരിയൊന്ന് ആലോചിച്ചു. സമ്മതപൂർവം അയാൾ മൂളി. എന്നിട്ട് മക്കളുടെ അടുത്ത് ബെഡിലിരുന്നു. നന്ദയെ അരികിൽ ചേർത്ത് പിടിച്ചിരുത്തി. നാളെ രാവിലെ നമ്മൾ മക്കളോടൊരുമിച്ച് ക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ വെച്ച് ഈ താലി ഉരിയിട്ട് പുതിയ താലി ഞാൻ കെട്ടുന്നു. ഓക്കെ? ഹരി പറഞ്ഞു. മക്കളെ കൂട്ടണോ? നന്ദ ചോദിച്ചു. അവർ കുട്ടികളല്ലേ. അവർക്ക് മുമ്പിൽ ഒരിക്കൽ നമ്മൾ വിവാഹിതരായി കഴിഞ്ഞു. ഇനിയും എന്താണ് ഈ ചെയ്യുന്നതെന്നവർ വിശദീകരണം ചോദിക്കില്ലേ? പറയാനാകുമോ നമുക്ക്? അത് ശരിയാണെന്ന് ഹരിക്ക് തോന്നി. എങ്കിൽ കുട്ടികളെ സ്കൂളിലാക്കാം. എന്നിട്ട് ടൗണിൽ നിന്ന് തന്നെ പുതിയ താലി വാങ്ങാം. വരുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കയറാം. നന്ദ സമ്മതിച്ചു. ഈ താലി ഊരിയിട്ട് നന്ദ എന്തു ചെയ്യും? ഉണ്ണികൃഷ്ണന് മടക്കി കൊടുക്കുമോ? ഹരി ചോദിച്ചു. നന്ദ സ്തബ്ധയായി ഇരുന്നു പോയി. ഒരിക്കൽ അച്ഛൻ വന്ന് തിരിച്ചു ചോദിച്ചതാണ്. തിരിച്ചു കൊടുത്തില്ല. ഇന്നെങ്കിലും ഇത് ഊരേണ്ടതായി വരുമെന്ന് അന്ന് പ്രതീക്ഷിച്ചതുമില്ലല്ലോ. ഒരു താലിയല്ലേ, അലക്ഷ്യമായി എങ്ങും ഇടണ്ട. മടക്കി കൊടുക്കാനും പോകണ്ട. നമുക്കത് ക്ഷേത്ര നടയിൽ കാണിക്ക വെക്കാം. ദേവീ ക്ഷേത്രത്തിൽ താലി കാണിക്ക വെക്കുന്നതും വളരെ നല്ലതാണ്. ദീർഘ സൗമംഗല്യം ഫലം, ഹരി പറഞ്ഞു. സമ്മതപൂർവ്വം നന്ദ തലയാട്ടി. മറ്റന്നാൾ ഗീതേട്ടത്തിന്റെ ബ്രദറിന്റെ കല്യാണമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ മാരേജിന് കൂടുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യം ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതും ശുഭമാണ്. എല്ലാം കൂടി ഒത്തുവന്നു. നന്ദ അയാളുടെ ഉത്സാഹങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങുന്നു. പഴയതുപോലെ തന്നെ 2 മുറികളിൽ. നന്ദ സമ്മതിച്ചു. നാളെ ഈ താലി അഴിച്ചു പുതിയത് കെട്ടുന്നു. നാളെ മുതൽ നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം കിടന്നുറങ്ങുന്നു. ഓക്കെ? ഓക്കെ. ഇനി മേല് മക്കളുടെ അച്ഛന് തലവേദന എന്ന രോഗം ഉണ്ടാകുന്നുമില്ല. നന്ദ അയാളെ അനുകരിച്ചു തന്നെ പറഞ്ഞു. ഹരി അവളുടെ കവിളത്തൊന്നു തിരുമി. കളിയായി ആ കവിളത്തൊന്നു തല്ലി. പിന്നെ മുറിയിലേക്ക് നടന്നു. വാതിൽ കടക്കുമ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ പോലെ ഒരു ഫ്ലൈയിങ് കിസ് അവൾക്ക് നൽകി. നന്ദ ആ കുസൃതി കണ്ട് കുണുങ്ങി ചിരിച്ചു. പിന്നെ കുട്ടികളെ കെട്ടിപ്പിടിച്ചു കിടന്നു. പുലർച്ച. നന്ദ ഉണർന്നു. എന്നത്തേലും ഉത്സാഹം തോന്നി അവൾക്ക് പുലർച്ചയിൽ. നന്ദ എഴുന്നേറ്റു മുൻവശത്ത് ചെന്നു. ജനാല തുറന്നു. ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾക്ക് പതിവിലേറെ ശോഭ തോന്നി അവൾക്ക്. അതവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. തനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളുള്ളതായി അവൾക്ക് തോന്നി. അവൾ തിരികെ വന്നു.
അഖിലും അക്കു ഉണർന്നിട്ടില്ല. അപ്പുറത്ത് ഹരിയും. നന്ദ അങ്ങോട്ട് ചെന്നു. റൂം തുറന്നു. ഉണർന്നിട്ടില്ല അയാളും. കൺപോളകൾ അടച്ചു കിടക്കുന്ന അയാൾ അഖിലിന് സമം ഒരു ശിശുവാണെന്ന് അവൾക്ക് തോന്നി. ആദ്യമായിട്ടാണ് ഹരിയുടെ മുഖത്തേക്ക് അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നത്. പതിവിലേറെ ആകർഷകമാണ് ആ മുഖമെന്നും അവൾക്ക് തോന്നി. ഉണർത്തണോ? അവൾ അടുത്തേക്ക് ചെന്നു. ഒന്ന് വിളിക്കാൻ അവൾ ശ്രമിച്ചതും ചാടി എണീറ്റയാൾ അവളെ പിടിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നായതുകൊണ്ട് നന്ദ ഒന്ന് ഞെട്ടി പിൻവലിഞ്ഞു. അതുകൊണ്ട് നന്ദയുടെ കയ്യിലാണ് ഹരിക്ക് പിടുത്തം കിട്ടിയത്. എങ്കിലും ഒന്ന് അവളെ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അമർത്താൻ ഹരി ശ്രമിക്കുമ്പോഴാണ് കണ്ടത് നന്ദയുടെ കഴുത്തിലെ ആ താലി. ചേ! ഈശയോടെ അയാൾ പിടിവിട്ടു. ഇതിന്ന് തന്നെ പറിച്ചെറിയണം, നാശം. എന്താ ഇങ്ങനെ നോക്കുന്നത്? നന്ദ പുഞ്ചിരിച്ചു. ഇന്നലെ വരെ തോന്നാത്തൊരു ധൈര്യവും ആവേശവും ഒക്കെ തോന്നുന്നു. വേണ്ടി വന്നാൽ ലോകം തന്നെ അങ്ങ് വെട്ടിപ്പിടിച്ചേക്കാമെന്നുള്ള തോന്നൽ. ഹരി ചിരിച്ചു. രഘുവേട്ടനെയും ജയേച്ചിയെ നേരിടാനൊരു ധൈര്യം. സ്വത്തിന്റെ പ്രശ്ന? നന്ദ ചോദിച്ചു. അച്ഛന്റെ സ്ഥലമാണ്. എന്നാൽ എന്താ, അച്ഛനെയും അമ്മയെ സംരക്ഷിച്ചതും വീട് വെച്ചതും ഒക്കെ ഞാനാണ്. ഇപ്പോൾ വന്നേക്കുന്ന വീതത്തിന് കൊടുക്കില്ല ഞാൻ, ഹരി പറഞ്ഞു. ആർത്തി പിടിച്ചു വരുന്നവർക്ക് കൊടുക്കാതിരുന്നാൽ അവരുടെ ശാപം ചൊരിയും. എന്തിനാ നമ്മുടെ മക്കൾക്ക് ശാപം മേടിച്ചു കെട്ടണേ? നന്ദ ചോദിച്ചു. ഹരി നെറ്റി ചൊളിച്ചു. 1/2 ഏക്കറില്ലേ വളപ്പ്? 10 സെന്റ് പോലും ഇല്ല വീട് വെച്ചിരിക്കുന്ന സ്ഥലം. ബാക്കി മുഴുവൻ വെറുതെ കിടക്കുമല്ലേ? വിട്ടുകൊടുക്ക്. ഹരി കഷ്ടപ്പെടുന്നുണ്ട്, എന്റെ ശമ്പളമുണ്ട്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുപോരെ. ഹരിക്കൊരാശ്വാസം തോന്നി. ഒരു നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന പങ്കാളി കൂടെയുള്ളവനെ മനസമാധാനം ലഭിക്കും. രാവിലെ കുട്ടികളെ ഒരുക്കുമ്പോൾ ഹരി അടുത്തു വന്നു. നമ്മുടെ വെഡിങ് ഡേ ഫംഗ്ഷന് ധരിച്ച സാരി തന്നെ നന്ദ ധരിച്ചോ? പുതിയത് വാങ്ങാനുള്ള ടൈം ഇല്ലല്ലോ ഇത്ര രാവിലെ. പുതിയത് നമുക്ക് വൈകുന്നേരത്തെ ഔട്ടിങ്ങിന് വാങ്ങാം. വൈകുന്നേരം ഔട്ടിംഗ് ഉണ്ടോ അച്ഛാ? അഖിൽ ഉത്സാഹത്തോടെ ചോദിച്ചു. പിന്നെ നല്ല അടിപൊളി ഔട്ടിംഗ്, പർച്ചേസിംഗ്. എന്തൊക്കെയാ വാങ്ങണേ? അക്കു ചോദിച്ചു. ഇന്ന് എന്റെ മക്കൾ പറയുന്നത് എന്തു അച്ഛൻ മേടിക്കും? എനിക്ക് ഐസ്ക്രീം, അഖിൽ പറഞ്ഞു. എനിക്ക് ചോക്കോബാർ മതി, അക്കുവും പറഞ്ഞു. നന്ദ, നമ്മുടെ അക്കുവിന്റെ പനി ഇനിയും ലേശം കൂടെ ഇല്ലേ? എങ്ങനെ ചോക്കോബാർ കഴിക്കുക? ഹരി കണ്ണിറുക്കി. നന്ദ ചിരി അടക്കി. എന്റെ പനി പോയച്ചാ, അക്കു ചിണുങ്ങി. കുട്ടികൾക്ക് ഡ്രസ്സ് പുതിയതെടുക്കണം കല്യാണത്തിന് പോകാൻ, നന്ദ പറഞ്ഞു. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട്, ഹരി പറഞ്ഞു. ശരി, നന്ദ സമ്മതിച്ചു. മക്കളെ ഒരുക്കി നിർത്തിയിട്ട് നന്ദയും ഒരുങ്ങി. പട്ടുസാരി ധരിച്ചു. ഹരി തന്നെ എടുത്തു നൽകിയ ഒന്ന്. 2 മാലയും അവൾ ധരിച്ചു. വിവാഹ ദിവസം വൈകുന്നേരം ധരിച്ച അതേ ഡ്രസ്സാണ് ഹരിയും ധരിച്ചത്. അച്ഛനും അമ്മയും എന്തിനാ കല്യാണ വേഷത്തിൽ നിൽക്കണേ? അഖിൽ ചോദിച്ചു. ഇപ്പം നല്ല രസാ കാണാൻ, അല്ലേ അക്കു? ആ, നല്ല രസാ, അവൾ ശരിവെച്ചു. 4 പേരും കാറിൽ കയറി. കുട്ടികളെ സ്കൂളിലാക്കി. നന്ദയും ഹരിയും ഒരു സ്വർണ്ണക്കടയിൽ കയറി. ഓമെന്ന് എഴുതിയ ഒരു താലി വാങ്ങി. അതിലിടാൻ 5 പവന്റെ ഒരു മാലയും. മാല വേണ്ടായിരുന്നു ഹരി, ഇതുണ്ടല്ലോ. അവൾ തന്റെ താലിമാല തൊട്ടുകാട്ടി. താലി ഊരുന്ന കൂട്ടത്തിൽ ആ മാലയും നടക്കൽ വെച്ചേക്ക്, ഹരി പറഞ്ഞു. മറ്റൊരാളുടെ താലിയും മാലയും പുതിയ ജീവിതത്തിൽ വേണ്ട. നന്ദ മറുപടി പറഞ്ഞില്ല. ശരി വെക്കുന്ന ഭാവത്തിൽ നിന്നു. ആഭരണക്കടയിൽ നിന്നിറങ്ങുമ്പോൾ പൂക്കടയിൽ നിന്ന് മേടിച്ച കുറെ മുല്ലപ്പൂക്കൾ കൂടി നന്ദയുടെ മുടിയിൽ വെച്ചു. ഏതായാലും കല്യാണമല്ലേ, ഹരി പറഞ്ഞു. നന്ദയ്ക്ക് ചിരി വന്നു. അയാളുടെ അത്യുത്സാഹങ്ങൾ അവളെ വിസ്മയപ്പെടുത്തുകയും ചെയ്തു. 9:30 നന്ദ പറഞ്ഞു. 10 ക്ഷേത്രം അടയ്ക്കില്ലേ? ഇനി വൈകാതെ പോകാം നമുക്ക്, നന്ദ പറഞ്ഞു. ഓക്കെ, ഇനി ക്ഷേത്രത്തിലേക്ക്. ഹരി കാറിനുള്ളിൽ കയറി. കാർ നീങ്ങി. നന്ദയും ഡ്രൈവിംഗ് പഠിക്കണം, ഹരി പറഞ്ഞു. ഞാൻ പഠിപ്പിക്കാം. അത്യാവശ്യത്തിന് വണ്ടി ഒന്ന് എടുക്കണമെങ്കിൽ അറിഞ്ഞിരിക്കണ്ടേ? അവൾ സമ്മതിച്ചു. നന്ദയ്ക്കിപ്പോൾ എന്തു തോന്നുന്നു? ഹരി ചോദിച്ചു. സന്തോഷം, അവൾ പറഞ്ഞു. ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി അല്ലേ? അതെ, തെല്ല് കുസൃതി കലർന്ന ചിരിയോടെ അവൾ പറഞ്ഞു. അതിലെന്താ സംശയം? കല്യാണത്തിന്റെ അന്നാണ് സാധാരണ ആദ്യ രാത്രി. ശരിക്കും ഇന്നാണ് അപ്പോൾ നമ്മുടെ വിവാഹം അല്ലേ? അതെ. ഹരി വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു, ആഹ്ലാദത്തിലായിരുന്നു. ആ ആഹ്ലാദ തിമിർപ്പിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗും. ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ചെല്ലുകയായിരുന്നു കാർ. പെട്ടെന്ന് തീർത്തും അപ്രതീക്ഷിതമായി എതിരെ ഒരു ജീപ്പ് വന്നു. കാതടപ്പിക്കുന്ന ഒരു ശബ്ദം. നന്ദയിൽ നിന്ന് ഒരലർച്ച ഉയർന്നു. സ്നേഹദൂരത്തൊരു കാത്തിരിപ്പ് എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്